നെറ്റ് പോകുന്നുണ്ടാവും കേട്ടോ. ഒന്നും എനിക്ക് വേഗം പറയണം കേട്ടോ, നെറ്റിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ. നെറ്റിന്റെ ഇത് കാണിക്കുന്നുണ്ട്, എനിക്ക് ഓടി തന്നെ ഇപ്പോഴാണ് കണക്റ്റായത്. So last class I have given a small introduction about the friction. Okay. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഫ്രിക്ഷനെ കുറിച്ച് ഞാൻ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തന്നു. നമുക്കറിയാം the friction has both advantages and disadvantages. ഫ്രിക്ഷൻ എന്തുണ്ട്? അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. And I will so we can discuss another example for friction. അതായത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചപ്പല്, ഫുഡ് വെയർ അല്ലേ. ഫുഡ് വെയറിന്റെ താഴെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രിപ്പ് വെക്കാൻ കിട്ടാനായിട്ട് അവർ ചെറിയ പ്രൊജക്ഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഷൂവിന്റെ ഇടയിലായാലും നമ്മൾ ഇടുന്ന ചപ്പലിന്റെ ഇടയിലായാലും നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ സപ്പോസ് അത് സ്മൂത്ത് ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് പെട്ടെന്ന് സ്ലിപ്പ് ചെയ്ത് വീഴാനുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. ഫ്രിക്ഷൻ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, അവിടെ സ്ലിപ്പ് ചെയ്യാനായിട്ട് ചാൻസ്, സ്ലിപ്പ് അത് ഫ്രിക്ഷൻ ഫോഴ്സ് അവിടെ ഇല്ല. ഫ്രിക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എന്തായിരിക്കും, അപ്പൊ നമുക്ക് സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സപ്പോസ് നമുക്ക് അവിടെ അങ്ങനെ എന്തെങ്കിലും ഗ്രിപ്പ് കിട്ടാനായിട്ട് നമുക്ക് എന്തെങ്കിലും അവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും, നമുക്ക് ഈസി ആയിട്ട് നടന്നു പോകാനായിട്ട് പറ്റും. നടക്കാനോ ഓടാനോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ഫുട്ബോൾ പ്ലെയേഴ്സിന്റെ ഒക്കെ നിങ്ങൾ കണ്ടു കാണും, അവരുടെ ഷൂവിന്റെ താഴെ എങ്ങനെയാണ്. അപ്പൊ അതൊക്കെ എന്തിനാ, പ്രോപ്പറായിട്ട് ഗ്രിപ്പ് അല്ലെങ്കിൽ ഫ്രിക്ഷൻ ആയിട്ട് കിട്ടാനായിട്ട് വേണ്ടിയാണ്. അപ്പൊ നമുക്കറിയാം, സോ ഫ്രം these examples it is very clear that the friction has both advantages and disadvantages. Advantages ഉണ്ട്, disadvantages ഉണ്ട്. Now let us see the classification of frictional forces. The frictional forces classification എന്താണ്, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. ജനറലി there are two types of friction. രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. വൺ ഈസ് ഡ്രൈ ഫ്രിക്ഷൻ ഓർ കൂളൂം ഫ്രിക്ഷൻ. അതാണ് എക്സാമിന് പറയാൻ കൂളൂം ഫ്രിക്ഷൻ എന്ന് ചോദിക്കാറ്. ഡ്രൈ ഓർ കൂളൂം ഫ്രിക്ഷൻ. ആൻഡ് സെക്കൻഡ് വൺ ഈസ് വാട്ട്, ദാറ്റ് ഈസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. ഓക്കെ. ഇപ്പൊ ഫ്രിക്ഷൻ ഫോഴ്സ് എന്താ, ദ ഫ്രിക്ഷൻ ഫോഴ്സ് ആർ ഓഫ് ടു ടൈപ്സ്. വൺ ഈസ് ഡ്രൈ ഫ്രിക്ഷൻ, അനദർ വൺ ഈസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. അപ്പൊ നമുക്കറിയാം, നമുക്ക് പഠിക്കാനുള്ള ഡ്രൈ ഫ്രിക്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം ഡ്രൈ ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ബോഡി എങ്ങനെയായിരിക്കും, അതായത് ഡ്രൈ സ്റ്റേറ്റ് ആണ് അല്ലെ. ബോഡി എന്തായിരിക്കും, ഡ്രൈ സ്റ്റേറ്റ് അല്ലെങ്കിൽ സോളിഡ് സ്റ്റേറ്റ് എന്നൊക്കെ നമുക്ക് പറയാം. ഇൻ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ഇപ്പൊ ഒരു പൈപ്പിൽ കൂടെ ഒരു വാട്ടർ ഫ്ലോ ചെയ്യണം, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ അവിടെയുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ്. വാട്ട് അബൌട്ട് ലോസ് ഇൻ ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ, അതൊക്കെയാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ വരുന്നത്. നിങ്ങൾക്കത് പഠിക്കാനില്ല, ബാക്കി എല്ലാ ബ്രാഞ്ചുകാരും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയറിൽ നിങ്ങൾ CS അത്. Next, the friction, dry friction can be again classified or subdivided into two. One is static friction, another one is dynamic friction. അല്ലേ. അപ്പൊ നോക്കി കുട്ടികളെ, എന്ത് വന്നിട്ടുണ്ട്, ഇപ്പൊ നമ്മുടെ ഫ്രിക്ഷൻ അല്ലെങ്കിൽ കൂളിംഗ് ഫ്രിക്ഷൻ ഞാൻ പറഞ്ഞു എങ്ങനെയായിരിക്കണം, ആ ബോഡി, രണ്ട് ബോഡിയും എങ്ങനെയുള്ള ബോഡി ആയിരിക്കും, രണ്ട് ഡ്രൈ സർഫസസ് ആയിരിക്കും. മറ്റേ ഫ്ലൂയിഡ് ഫ്രിക്ഷനിൽ എങ്ങനെയായിരിക്കും, രണ്ടും ഡ്രൈ സർഫസേ ആയിരിക്കും, ബട്ട് ഇൻ ബിറ്റ്വീൻ യു ക്യാൻ സീ എ ഫ്ലൂയിഡ്, ദ പ്രസൻസ് ഓഫ് എ ഫിലിം ഓഫ് ഫ്ലൂയിഡ്. എന്തായാലും ഫ്ലൂയിഡ് ഇടയിൽ കാണാനായിട്ട് പറ്റും. ഞാൻ പൈപ്പിനുള്ളിൽ കൂടെ വാട്ടർ പോകുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഇനി ഡ്രൈ ഫ്രിക്ഷൻ നമുക്ക് പറഞ്ഞു രണ്ട് തരത്തിലുണ്ട്. ഒന്ന് ഏതൊക്കെയാ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അനദർ വൺ ഡൈനാമിക് ഫ്രിക്ഷൻ. യു നോ ദാറ്റ് സ്റ്റാറ്റിക് മീൻസ് വാട്ട്, ദ ബോഡി ഈസ് അറ്റ് റെസ്റ്റിംഗ് കണ്ടീഷൻ. ബോഡി എന്തിനായിരിക്കും, റെസ്റ്റിംഗ് കണ്ടീഷൻ ആണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും റെസ്റ്റിംഗ് കണ്ടീഷനിലാണെങ്കിൽ എങ്ങനെയാണ് ഫ്രിക്ഷൻ വരുന്നത്. നമുക്ക് റെസ്റ്റിംഗ് കണ്ടീഷനാണെങ്കിൽ ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ്, അതാണ് ഉദ്ദേശിക്കുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, അതായത് ബോഡി റെസ്റ്റിംഗ് കണ്ടീഷനിലാണ്, ബട്ട് എന്തായിരിക്കും, ബോഡി മൂവ് ചെയ്യുന്നത് ജസ്റ്റ് മുൻപത്തെ കാര്യമാണ് നമ്മൾ എന്തിൽ പറയുന്നത്, സ്റ്റാറ്റിക് ഫ്രിക്ഷനിൽ നമ്മൾ പറയുന്നത്. മൂവിംഗ് ടു ദ സെക്കൻഡ് വൺ, ഡൈനാമിക് ഫ്രിക്ഷൻ. എന്തായിരിക്കും, രണ്ട് ബോഡി, വൺ ബോഡി ഈസ് മൂവിംഗ് വിത്ത് റെസ്പെക്ട് ടു ദി അതർ, എ ടാൻജൻഷ്യൽ ഫോഴ്സ് വിൽ ഡെവലപ്പ് ബിറ്റ്വീൻ ദം. That is known as dynamic friction. So here I have given the definition of all these friction. So first one is dry friction. Dry friction ഞാൻ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. page move. So dry friction means, or Coulomb friction. Dry friction refers to the friction which develops between two dry surfaces, slide or tends to slide related to another. രണ്ട് dry surfaces എന്ത് ചെയ്യാണ്, അതായത് രണ്ട് dry surfaces slide ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, you can say that the frictional force develops between two dry surfaces in which one body is moving with respect to the other. For example, if you are pulling a table, നമ്മളൊരു ടേബിൾ പുൾ ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ടേബിൾ പുഷ് ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ടേബിൾ ഇരിക്കുന്നത്, ഫ്ലോറിലാണ്.
So what are the two dry surfaces here? One is the floor, another one is what, the table. The table and the floor are dry surfaces. So in between these two dry surfaces, which force, the frictional force will develop. അതിനിടയിൽ എന്ത് വരും? ഫ്രിക്ഷൻ ഫോഴ്സ്. അതാണ് ഏതിൽ വരുന്നത്? ഡ്രൈ ഫ്രിക്ഷനിൽ വരുന്നത്. ഓർക്കുള്ളൂ, ഫ്രിക്ഷൻ. ദ ടു ബോഡീസ് ആർ ആ രണ്ട് ഡ്രൈ സർഫസസ് എന്ന ബോഡിയിലായിരിക്കും എന്ത് വരുന്നത്? അത് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും ഫ്രിക്ഷൻ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവാം. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. The fluid friction exists when the contact surfaces are separated by a film of fluid. രണ്ട് കോണ്ടാക്ട് സർഫസിന്റെ ഇടയിൽ എന്തായിരിക്കും? ഒരു ഫ്ലൂയിഡ് വരണം. ചിലപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞു പൈപ്പിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, പൈപ്പിനുള്ളിൽ പൈപ്പിന്റെ സർഫസ് നമുക്കറിയാം അല്ലെ, അതിനുള്ളിൽ എന്തെങ്കിലും വാട്ടർ ഫ്ലോ ചെയ്യണം. അങ്ങനെ വാട്ടർ ഫ്ലോ ചെയ്യുമ്പോൾ എത്രത്തോളം എനർജി ലൂസ് ആവും? ആ എനർജി ഇൻ ദ ഫോം ഓഫ് ഫ്രിക്ഷൻ ആവാം. ഫ്രിക്ഷൻ കൊണ്ട് എന്തായിരിക്കും? എനർജി ലൂസ് ആയിരിക്കും. അവിടെ വരുന്നതാണ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. Next, the dry friction is of two types. One is static friction, another one is dynamic friction. Static friction is the friction experienced by a body during rest, and dynamic or kinetic friction is the friction experienced by a body during motion. എപ്പോഴാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ വരുന്നത്? നമുക്ക് ബോഡി റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാൻ പറ്റില്ല. ബോഡി ജസ്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, ഹിയർ കൺസിഡർ ദിസ് ആസ് എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. A body is placed on this horizontal plane, that P is a force which is acting on this body. Or you can say that the P is a pushing force. ഇതൊരു പുഷിംഗ് ഫോഴ്സ് ആണ്. ഈ പുഷിംഗ് ഫോഴ്സ് കൊടുത്താൽ ഞാനിതിന് തള്ളുകയാണ് ഈ ഫോഴ്സ് കൊടുത്തിട്ട്. അപ്പൊ എന്തായിരിക്കും? മൂവ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് ഞാനിങ്ങനെ പുഷ് ചെയ്യാൻ നോക്കുകയാണ് അല്ലെ. അപ്പൊ നമുക്കറിയാം ഇത് രണ്ട് ഡ്രൈ സർഫസസ് ആണ് അല്ലെ. ഇതൊരു ഫ്ലോർ ആണ്. ഹിയർ യു ക്യാൻ സി എ ബോഡി. സോ ഇൻ ബിറ്റ്വീൻ ദീസ് ടു ഡ്രൈ സർഫസസ് ആര് വരും? ഈ സർഫസിനും ഇതിനും ഇടയിൽ, ഈ രണ്ട് കോണ്ടാക്ട് സർഫസിന് ഇടയിൽ ആര് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് വരും അല്ലെ. എങ്ങനെ ഫ്രിക്ഷൻ വരിക? ഓപ്പോസിറ്റ് ഡിറക്ഷൻ. കാരണം ഈ പി എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഈ ബോഡി എവിടേക്ക് മൂവ് ചെയ്യാനാണ് നോക്കുക? ടുവേർഡ്സ് റൈറ്റ്. ഇപ്പൊ റൈറ്റ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി ആയിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്യാണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് അതിനെ ഒപ്പോസ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യുന്ന? അറ്റ് ഫസ്റ്റ് അത് മൂവ് ചെയ്യൊന്നുമില്ല, ബോഡി മൂവ് ചെയ്യില്ല. ഇനി എപ്പോഴാണ് ബോഡി മൂവ് ചെയ്യുക? If the applied force P is overcome the frictional force, or you can say that if P is greater than F, ഈ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് ഫ്രിക്ഷണൽ ഫോഴ്സിനേക്കാളും കൂടുതലായാൽ മാത്രമാണ് ചെയ്യുക, ആ ബോഡി മൂവ് ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ആ മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള ഒരു കണ്ടീഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റാറ്റിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് വൺ, ഡൈനാമിക് ഫ്രിക്ഷൻ ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ ആണ് കേട്ടോ. ഓർത്ത് വെച്ചോളൂ. ഡൈനാമിക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡി വേറൊരു സർഫസിന് മേലെ മൂവ് ചെയ്യാണ്. അപ്പൊ അതിലിടയിൽ വരുന്ന ഫ്രിക്ഷൻ ആണ് എന്ത് പറയുന്നത്? ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ എന്താ? അതായത് ഇപ്പൊ ഒരു വെഹിക്കിൾ പാസ് ചെയ്യണം, ഒരു റോഡിൽ കൂടെ ഒരു വെഹിക്കിൾ പാസ് ചെയ്യാണ്. അപ്പൊ ആ വെഹിക്കിൾ പാസ് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് തമ്മിൽ അവിടെ കോണ്ടാക്ട്? the four tires, അല്ലെങ്കിൽ 2 ആണോ 4 ആണോ, എത്ര ടയേഴ്സ് ഉണ്ടോ ആ ടയേഴ്സും പിന്നെ എന്താണ് റോഡ് സർഫസും തമ്മിലാണ് കോണ്ടാക്ട് വരുന്നത്. അപ്പൊ അതിനിടയിൽ എന്ത് ഫ്രിക്ഷൻ വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ ഡെവലപ്പ്. അപ്പൊ അതെന്ത് ഫ്രിക്ഷൻ ആണ്? ഡൈനാമിക് ഫ്രിക്ഷൻ ആണ്. ബിക്കോസ് ഹിയർ ദ വെഹിക്കിൾ ഈസ് മൂവിങ് വിത്ത് റെസ്പെക്ട് ടു ദിസ് സർഫസ്, അല്ലെങ്കിൽ ഓവർ ദി സർഫസ്. ഈ സർഫസിന് മുകളിൽ കൂടെ ആര് പോവാണ്? ഈ വെഹിക്കിൾ മൂവ് ചെയ്തിരിക്കും. അപ്പൊ ഒരു ബോഡി മൂവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പൊ അതിനിടയിൽ വരുന്ന ഡൈനാമിക് ഫ്രിക്ഷൻ. നെക്സ്റ്റ്, അനദർ വൺ ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. എന്തായിരിക്കും നോക്കിയ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ് ഓവർ എൻ അനദർ. എന്ത് ചെയ്യാണ്? ഇപ്പൊ ഈ ഡൈനാമിക് ഫ്രിക്ഷൻ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. ദ ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻടു ടു. വൺ ഈസ് sliding friction and another one is rolling friction. So sliding friction is nothing but a body will slides over a surface. ഒരു ബോഡി വേറൊരു സർഫസ് ഇവിടെ സ്ലൈഡ് ചെയ്യാം. ഇപ്പൊ ഇവിടെ നോക്കിയേ, ഹിയർ യു ക്യാൻ സീ ആൻ ഇൻക്ലൈൻഡ് സർഫസ്. So above this inclined surface you can see a body is placed on an inclined surface. അപ്പൊ എന്താ ചെയ്യാം? ഈ ബോഡി ചിലപ്പോൾ എന്ത് ചെയ്യാം? ഇതിൽ സ്ലൈഡ് ചെയ്ത് വരാനേ, പതുക്കെ നിരങ്ങി വരും. അങ്ങനെ അപ്പൊ അതിനിടയിൽ വരുന്ന ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മുടെ കോളേജിന്റെ ഗേറ്റിൽ നിങ്ങൾക്കറിയാം സ്ലോപ്പ് ആണ് അല്ലെ. ഇപ്പൊ നിങ്ങൾ ബ്രേക്ക് ഒന്നും അപ്ലൈ ചെയ്തില്ല എന്ന് വെച്ചിട്ട് പതുക്കെ എന്ത് വെഹിക്കിൾ സ്ലൈഡ് ചെയ്തിട്ടാ വരുന്നത് അല്ലേ. ദാറ്റ് ഈസ്, അപ്പൊ അങ്ങനെ ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇനി റോളിംഗ് ഫ്രിക്ഷൻ എന്താ? സപ്പോസ് എ ബോഡി ഈസ് റോൾഡ് ഓൺ സർഫസ്. ഇതൊരു ടയർ ആണെന്നായിരിക്കാം. ഇറ്റ് ഈസ് റോൾഡ് ഓൺ എ സർഫസ്. ഈ സർഫസിൽ റോൾ ചെയ്യാണ്. ഇങ്ങനെയല്ലേ പോവാ? റോൾ ചെയ്തല്ലേ പോവാ സർഫസിൽ. അപ്പൊ അതിൽ ആ സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, സോ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ദ ഫ്രിക്ഷൻ എക്സ്പീരിയൻസ്ഡ് വെൻ ഇറ്റ് റോൾസ് ഓവർ എ സർഫസ്. ഒരു ബോഡി ഒരു സർഫസിൽ റോൾ ചെയ്യുന്ന സമയത്ത് ഡെവലപ്പ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് എന്ത് പറയുന്നത്?
റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഫ്രിക്ഷൻ. വൺ ഇസ് ഡ്രൈ ഫ്രിക്ഷൻ, അനദർ വൺ ഇസ് ഫ്ലൂയിഡ് ഫ്രിക്ഷൻ. Dry friction means what? The frictional force exists between the two dry surfaces. But in the case of fluid friction, you can see a fluid film or film of fluid in between the two dry surfaces. രണ്ട് സർഫസിനിടയ്ക്ക് ഒരു ഫ്ലൂയിഡിന്റെ പ്രസൻസ് കാണും. ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എയർ ആയിരിക്കാം അല്ലെങ്കിൽ വാട്ടർ ആയിരിക്കാം. Okay. Next, the dry friction is also known as cooling friction, and it is again subdivided into two. One is static friction, another one is dynamic friction. Static friction means what? The friction force developed between the two surfaces when it is at rest. That is static friction. Then coming to the second one, dynamic friction. Here, the friction force develops between the two bodies moving to the other. ഒന്നിനു മുകളിലായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന ഫ്രിക്ഷൻ ആണ് ഡൈനാമിക് ഫ്രിക്ഷൻ. Then the dynamic friction is again subdivided into two. One is sliding friction, another one is slide. A body surface the body is the friction which develops when a body slides over another. ഒരു ബോഡി എന്ത് ചെയ്ത് സ്ലൈഡ് ചെയ്ത് വരികയാണ്, അപ്പോഴാണ് വരുന്ന ഫ്രിക്ഷൻ ആണ് സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ എന്തായിരിക്കും? റോളിംഗ് ഫ്രിക്ഷൻ എങ്ങനെയാ? അതായത് ഒരു ബോഡി ഒരു സർഫസിൽ റോൾ ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് എന്ത്? റോളിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം കേട്ടോ. Now we have discussed about the static friction and dynamic friction. Dynamic or kinetic friction. Dynamic എന്ന് പറയാറില്ല, എപ്പോഴും കൈനറ്റിക് എന്ന് പറയാം. കൈനറ്റിക് ഫ്രിക്ഷൻ. കൈനറ്റിക് ഫ്രിക്ഷൻ എന്താ? കൈനറ്റിക് എന്ന് പറഞ്ഞ മീനിങ് എന്താ? ഫ്രിക്ഷൻ ഫോഴ്സും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യും അല്ലേ? നമ്മളൊരു ബോഡി മൂവിങ് കണ്ടീഷൻ ആണ്. ബട്ട് ഹിയർ വി ആർ കൺസിഡറിങ് ദ ഫോഴ്സസ് വിച്ച് കോസ് ദ മോഷൻ. ഏത് ഫോഴ്സ് കൊണ്ടാണോ ബോഡി മൂവ് ചെയ്യുന്നത് ആ ഫോഴ്സ് കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. അതാണ് കൈനറ്റിക്. അതിന്റെ ഓപ്പോസിറ്റ് എന്താ? കൈനമാറ്റിക് ആണ് അല്ലേ? ഇവിടെ വെലോസിറ്റി, ആക്സലറേഷൻ അങ്ങനെ ഒരു ടേം ഒക്കെ വരുന്നത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ്. ഇനി എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇൻ ദീസ് ടു വിച്ച് വൺ ഈസ് ഗ്രേറ്റർ? ഐദർ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ? ആൻസർ ചെയ്യൂ. പ്രൈവറ്റ് ആയിട്ട് ആൻസർ ചെയ്താൽ മതി. ഒരാളുടെ ആൻസർ നോക്കി മറ്റുള്ളവർ പറയണം. Which one is greater, either static or kinetic friction? എല്ലാവരും ആൻസർ ചെയ്യൂ. ഹലോ, ഇത്ര പേരെ ഇന്ന് ക്ലാസ്സിലുള്ളൂ? വേഗം വേഗം. നയന ഉണ്ടോ ക്ലാസ്സിൽ? നയന, ഹലോ, ഒന്ന് റിപ്ലൈ ചെയ്ത് നയന. ഹലോ ഹലോ ഹലോ. ആ ഓക്കെ, നയന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. മ്യൂട്ട് ചെയ്യൂ നയന. ടൈം കളയല്ല കേട്ടോ. അത് സാരമില്ല, നോക്കി നോക്ക്, അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ. റേഞ്ച് ഇഷ്യൂ ഉണ്ടെങ്കിൽ മെസ്സേജ് പോവില്ല. ചാറ്റ് ബോക്സിൽ ഇപ്പൊ വരുന്ന മെസ്സേജ് വരില്ല റേഞ്ച് ഇല്ലെങ്കിൽ. നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെങ്കിൽ
ചാറ്റ് ബോക്സിൽ മെസ്സേജ് പോകില്ല, മെസ്സേജ് അവിടെ തന്നെ കിടക്കുകയുള്ളൂ, എത്ര ടൈപ്പ് ചെയ്താലും പോകില്ല. അൺമ്യൂട്ട് ചെയ്ത് നോക്കൂ. ഹലോ ഹലോ ആ കേക്കാലോ. പറഞ്ഞേ നായന, എന്തുകൊണ്ടാണ് നായന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ് ഗ്രേറ്റർ എന്ന് പറയാൻ കാരണം? അത് മൂവിങ് മൂവിങ് ആ ഫ്രിക്ഷൻ പറഞ്ഞോളൂ. ആവുമ്പോ മൂവിങ് ആവുമ്പോ കുറച്ചും കൂടി അതിന് എന്താ പറയാ, മൂവ് ചെയ്യിക്കാൻ കുറച്ചും കൂടി എളുപ്പല്ലേ, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ആ ഓക്കെ, കറക്റ്റ് ആണ് നായന ആൻസർ. കറക്റ്റ് ആണ് ആൻസർ കേട്ടോ. നായന മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ദാറ്റ് ഇസ് എ കറക്റ്റ് ആൻസർ. സോ ഹിയർ മൈ ക്വസ്റ്റ്യൻ ഈസ് വിച്ച് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ, ഐദർ സ്റ്റാറ്റിക്സ് ഓർ ഡൈനാമിക്സ്? മിക്കവരും എന്ത് പറയും, ഡൈനാമിക് ആണ് എളുപ്പം, മൂവ് ചെയ്യല്ലേ അതുകൊണ്ടാണെന്ന് പറയും. ഇല്ല, ദ കറക്റ്റ് ആൻസർ ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ഒരുപാട് സ്റ്റാറ്റിക് എന്ന് വന്നിട്ടുണ്ടായിരുന്നു, കറക്റ്റ് ആൻസർ ആണ് കേട്ടോ. സ്റ്റാറ്റിക് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്കൊരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഫോഴ്സ് കൊടുക്കണം. വെഹിക്കിൾ ആയാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസി ആയിട്ട് വെഹിക്കിൾ അങ്ങ് മൂവ് ചെയ്യും. അപ്പൊ എപ്പോഴും ഓർക്കണം, നമുക്ക് സ്റ്റാർട്ടിങ് നമുക്ക് ബുദ്ധിമുട്ട് വരുന്നത് എന്തുകൊണ്ടാണ്? ഫ്രിക്ഷൻ ഫോഴ്സ് ആണ്. ആ ഫ്രിക്ഷൻ അത്രയും വരുന്നുണ്ട് അവിടെ സ്റ്റാറ്റിക്കില്. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, വെഹിക്കിൾ ഫ്രണ്ടിലോട്ട് പോകുള്ളൂ. എവിടേക്കാണോ അവിടേക്ക് മൂവ് ചെയ്യണമെങ്കിൽ ഓവർകം ഫ്രിക്ഷൻ കൂടുതലാണ്. ആ ഫ്രിക്ഷൻ ഓവർകം ചെയ്താലാണ് നമുക്ക് ബോഡി ഫ്രണ്ടിലോട്ട് പോകാനുള്ളൂ. ദാറ്റ് മാക്സിമം ഫ്രിക്ഷൻ ഈസ് നോൺ ആസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അപ്പൊ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓവർകം ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, ആ ബോഡി മൂവ് ചെയ്യുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് പിന്നെ നമ്മളെല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്, ഒരുവിധം പേര് എല്ലാവരും ഡ്രൈവ് ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമാണ് കുറച്ച് ബുദ്ധിമുട്ട്. അത് പ്രത്യേകിച്ച് ഈ ബൈക്കും ബുള്ളറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അറിയാം. അങ്ങനെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണ നേരത്തെ നമുക്ക് കുറച്ചൊരു എഫേർട്ട് നമ്മൾ എടുക്കണം. അത് കഴിഞ്ഞ പിന്നെ എന്തായിട്ടും ഈസി ആയിട്ട് പോയിക്കോളും. അതെന്താ ഈസി എഫേർട്ട് കൂടുതൽ എടുക്കണം എന്ന് പറയാൻ കാരണം, സ്റ്റാർട്ടിങ്ങിൽ കാരണം അവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ആ ഫ്രിക്ഷൻ ഫോഴ്സിന് ടയർ 4 ടയർ ഇല്ലേ, ആ 4 ടയർ സപ്പോസ് ബൈക്കൊക്കെ ആണെങ്കിൽ 2 അപ്പൊ ആ ടയറിൽ എന്ത് ചെയ്യേണ്ട, എവിടെയാണോ കോണ്ടാക്ട് വരുന്നത് ആ സർഫസ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, അതിനിടയിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ട്. ഫ്രിക്ഷൻ എന്ത് ചെയ്യില്ല, ഇറ്റ് ഈസ് എ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ് അല്ലേ. ഫ്രിക്ഷൻ ഈസ് റെസിസ്റ്റിംഗ് ഫോഴ്സ്. അപ്പൊ ഫ്രിക്ഷൻ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, അങ്ങനെ പോകണ്ടെന്നേ പറയുള്ളൂ അവര്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഓവർകം ചെയ്ത്, അങ്ങനെ വിട്ടാലും പറ്റില്ലല്ലോ എന്ന് നമ്മൾ ഓവർകം ചെയ്ത് എക്സ്ട്രാ ഫോഴ്സസ് നമ്മൾ കൊടുത്ത് ഓവർകം ചെയ്താൽ മാത്രമാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ഓർ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ വെഹിക്കിൾ വൺസ് ഇറ്റ് സ്റ്റാർട്ടഡ്, അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ക്യാൻ മൂവ് അല്ലെങ്കിൽ ക്യാൻ ഡ്രൈവ് ഈസിലി. നമുക്ക് സുഖമായിട്ട് പിന്നെ ഡ്രൈവ് ചെയ്ത് പോകാം. പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അധികം എഫോർട്ട് ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഹലോ ഇനി നെക്സ്റ്റ് വൺ ഈസ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. അത് തന്നെയാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എന്താണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? സോ ഇൻ ദിസ് ഡയഗ്രാം യു ക്യാൻ സീ എ ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഓൺ ഇൻ ദിസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എന്ത് വെച്ചിട്ടുണ്ട്, ഒരു ബോഡി വെച്ചിട്ടുണ്ട്. ലെറ്റ് പി ഈസ് എ പുഷിംഗ് ഫോഴ്സ്. പി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു പുഷിംഗ് ഫോഴ്സ് ആണ്. ആൻഡ് ഡ്യൂ ടു ദിസ് ഫോഴ്സ് പി, ദ ബോഡി ഹാസ് എ ടെൻഡൻസി ടു മൂവ് ടുവേർഡ്സ് റൈറ്റ് ഡയറക്ഷൻ അല്ലേ. നമുക്ക് പഠിച്ചിട്ടുണ്ടല്ലേ ഫോഴ്സ് അല്ലെങ്കിൽ ഡിസ്പ്ലേ, ഇത് പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിരിക്കുന്നത്, വർക്കിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ടല്ലോ. വർക്ക് അല്ലെങ്കിൽ ഫോഴ്സിന്റെ ഇതിൽ പുള്ളിങ് എഫക്ട്. ഏത് ഡിറക്ഷനിലാണോ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡിറക്ഷനിലായിരിക്കും എന്ത് പോകുന്നത്, ബോഡി മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി. സോ ഹിയർ വി ആർ അപ്ലൈയിങ് ദ ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് direction, that is pushing, so that the body has a tendency to move right direction. ടെൻഡൻസിയാണ് ബോഡിക്കുള്ളത്. ബട്ട് എന്ത് വരും, നമുക്ക് ഈ രണ്ട് സർഫസിനിടയിൽ ആര് വരും, ഫ്രിക്ഷണൽ ഫോഴ്സ്. ഫ്രിക്ഷണൽ ഫോഴ്സ് വിൽ എക്സിസ്റ്റ് ബിറ്റ്വീൻ ദ മോഷൻ ബോഡി. ഈ ഫ്രിക്ഷണൽ ഫോഴ്സ് എഫ് എന്ത് ചെയ്യും, ഞാൻ എഫ് എന്നാണ് ഫ്രിക്ഷണൽ ഫോഴ്സിനെ കൊടുത്തിരിക്കുന്നത്. അതെന്ത് ചെയ്യും, ഈ ഈ ബോഡിയെ മൂവ് ചെയ്യാതിരിക്കാനായിട്ട് അവർ മാക്സിമം നോക്കും. അപ്പൊ നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു ടേബിൾ ആണ് നിങ്ങൾ വിചാരിക്കും, ഒരു ടേബിൾ നിങ്ങൾ വിളിച്ച് പുഷ് ചെയ്യാണ്. ചിലപ്പോൾ ആദ്യം തന്നെ അത്
മൂവ് ചെയ്യണമെന്നില്ല. അതിന്റെ മീനിങ് എന്താ? നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഈ ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആണ്. അതുകൊണ്ടാണ് ബോഡി അവിടെ തന്നെ നിൽക്കുന്നത്. ദാറ്റ് ഈസ് ബോഡി ഈസ് ഇൻ ഇക്വിലിബ്രിയം കണ്ടീഷൻ. അപ്ലൈഡ് ഫോഴ്സ് ആൻഡ് ഫ്രിക്ഷൻ ഫോഴ്സ് ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ബോഡി വിൽ നോട്ട് മൂവ്, ഓർ ബോഡി എന്ത് ചെയ്യില്ല? മൂവ് ചെയ്യില്ല. ഇനി നമ്മൾ ഒന്നും കൂടെ പിയുടെ വാല്യൂ കൂട്ടുകയാണ്, ഒന്നും കൂടി നമ്മൾ കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബോഡി വിൽ സ്റ്റാർട്ട് ടു മൂവ്, അല്ലേ? ബോഡി തൊട്ട് മുൻപ് വരെ ഫ്രിക്ഷണൽ ഫോഴ്സ് മാക്സിമം ആയിരിക്കും, അല്ലെ? ഫ്രിക്ഷൻ ആദ്യം നമ്മൾ ബോഡി മൂവ് ചെയ്യിക്കാൻ നോക്കും, ബോഡി മൂവ് ചെയ്യില്ല. ഒന്നുകൂടി നമ്മൾ അപ്ലൈ ചെയ്യും, എന്നാലും നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അപ്ലൈ ഉണ്ടാവുന്ന മാക്സിമം ഫ്രിക്ഷൻ പറയുന്ന പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ദെൻ നമ്മൾ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഓവർകം ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ബോഡി മൂവ് ചെയ്യുകയുള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദി ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. I have given a small description of limiting friction along with this diagram. So all of you go through this topic. If you have any doubt, you can ask me. ഇത് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫ്രിക്ഷൻ. ഒരു ഫ്രിക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ലൂസ് ഓഫ് ഫ്രിക്ഷൻ അതാണ് ആദ്യം പഠിക്കേണ്ടത്. ഇവിടെ എഴുതിയിരിക്കുന്നു. Laws of dry friction. Hello, am I audible? Hello? Network problem. Hello? 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 Laws of dry friction, laws of cooling friction. രണ്ടും പറയാം. എക്സാം ചോദിക്കാറുണ്ട്. ഫ്രിക്ഷൻ, ലോസ് ഓഫ് ഫ്രിക്ഷൻ ഓർ ലോസ് ഓഫ് dry friction or ലോസ് ഓഫ് കൂളിംഗ് ഫ്രിക്ഷൻ. രണ്ടും ചോദിക്കാറുണ്ട്. കൂളിംഗ് ഫ്രിക്ഷൻ എങ്ങനെ ചോദിച്ചാലും ആൻസർ ഉണ്ട്. എന്തായിരിക്കും ഈ ലോസ്? ഏതൊക്കെയാണ്? ഒന്ന്, ദ ഫ്രിക്ഷൻ ഫോഴ്സ്. The frictional force, it is a resisting force which always act. എങ്ങനെ ആക്ട് ചെയ്യുന്നു? ഓപ്പോസിറ്റ് ടു ദി ഡിറക്ഷൻ ഓഫ് മോഷൻ. അതാണ് ഫസ്റ്റ് ലോ, അല്ലെ? ഫ്രിക്ഷൻ എന്ന് പറഞ്ഞ റെസിസ്റ്റിംഗ് ഫോഴ്സ് ആണ്, ആൻഡ് ഇറ്റ് വിൽ ആക്ട് ഓൾവേസ് എങ്ങനെയായിരിക്കും? ഓപ്പോസിറ്റ് ടു ദി ഡിറക്ഷൻ ഓഫ് മോഷൻ. എവിടേക്കാണോ ബോഡി മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ആയിരിക്കും എന്ത് വരുന്നത്? അത് ഫ്രിക്ഷൻ ഫോഴ്സ് വരും. ഇനി നെക്സ്റ്റ്, ഒരു ലിമിറ്റിംഗ് വാല്യൂ എത്തുന്നത് വരയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാലോ, നമ്മൾ അതായത് ഒരു ലിമിറ്റിംഗ് വാല്യൂ, ടിൽ ദ ലിമിറ്റിംഗ് വാല്യൂ റീച്ച്ഡ്, the magnitude of friction will be equal to the force which tends to move the body. ഈ പി എന്നുള്ളൊരു ഫോഴ്സ് കൊടുത്തിട്ടാണ് ബോഡി മൂവ് ചെയ്യിക്കാൻ ഞാൻ നോക്കുന്നത്. ബട്ട് ഇനീഷ്യലി ദ പി ഇസ് ഈക്വൽ ടു എഫ് ആണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സും ഫ്രിക്ഷൻ ഫോഴ്സും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യില്ല? ബോഡി മൂവ് ചെയ്യില്ല. അപ്പൊ നമുക്ക് മാക്സിമം എത്തുന്നതിന് മുൻപ് ഉള്ള കണ്ടീഷനാണ് പി ഇസ് ഈക്വൽ ടു എഫ്. നെക്സ്റ്റ്, എപ്പോഴാണ് ബോഡി മൂവ് ചെയ്യുക? പി ഈസ് ഗ്രേറ്റർ ദാൻ എഫ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ? ബോഡി മൂവ് ചെയ്യുള്ളൂ. Next one, the magnitude of the limiting friction bears a constant ratio to the normal reaction between the two contact surfaces. അതെന്താണെന്നറിയോ? The frictional force is directly proportional to the normal reaction R. R suffix n എന്ന് ഞാൻ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ സിംപ്ലി n R എന്ന് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ n എന്ന് കൊടുക്കും. എല്ലാം സെയിം ആണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് അതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ, ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതാണ് ഒരു ഹൊറിസോണ്ടൽ പ്ലെയിൻ. ഈ പ്ലെയിനിൽ എന്തുണ്ട്? ഒരു ബോഡി വെച്ചിട്ടുണ്ട്. പ്ലേസ് ബോഡി ഓൺ ഹൊറിസോണ്ടൽ സർഫസ്. പി ഈസ് എ പുഷിംഗ് ഫോഴ്സ്. പി ആണ് ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇതിന് ഈ ബോഡിന് ഞാൻ പി എന്നുള്ള ഫോഴ്സ് കൊടുത്ത് ഈ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യും. അപ്പൊ എന്ത് വരും? ഓട്ടോമാറ്റിക് ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആര് വരും? ഞാൻ ഇവിടെ കൊടുക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് വരും. എവിടെ വേണേലും മാർക്ക് ചെയ്യാം കേട്ടോ. ഓപ്പോസിറ്റ് ആവുമ്പോൾ മാത്രമേ ഒരു ഫ്രിക്ഷൻ ഫോഴ്സ് വിൽ ഡെവലപ്പ്. W is the weight of the body. W ആണ് weight of the body. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാലോ, ഇവിടെ രണ്ട് സർഫസ് തമ്മിൽ കോണ്ടാക്ട് അല്ലേ? അവിടെ കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അവിടെ വരുന്ന ഫോഴ്സ് ഏതാ? ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്, ഫ്രിക്ഷണൽ ഫോഴ്സ്. അല്ലാതെ പ്ലെയിനിൽ നോർമൽ ആയിട്ട് ഒരു ഫോഴ്സ് വരുമല്ലോ, ദാറ്റ് ഈസ് നോൺ ആസ് റിയാക്ഷൻ. ഞാനിവിടെ N എന്നാണ് കൊടുക്കുന്നത് കേട്ടോ. ദാറ്റ് ഈസ് നോർമൽ റിയാക്ഷൻ. N മീൻസ് നോർമൽ റിയാക്ഷൻ. N മീൻസ് നോർമൽ റിയാക്ഷൻ. അപ്പൊ നോർമൽ റിയാക്ഷൻ ആണ് ചെയ്യുന്നത്. N will be the normal reaction. N ആണ്
എന്ത് പറയുന്നത്? നോർമൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒന്നും കൂടി പറയാം. പി എന്നാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. നമ്മൾ എന്ത് ചെയ്യണം? ഈ പിനെ പി എന്നുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്തു ഈ ബോഡിനെ ടുവേർഡ്സ് റൈറ്റ് ഡിറക്ഷനിലേക്ക് മൂവ് ചെയ്യണം. അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് എന്ത് വരും? ഫ്രിക്ഷണൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്യും. ഫ്രിക്ഷണൽ ഫോഴ്സ് എങ്ങനെ ആക്ട് ചെയ്യുന്നത്? ഓപ്പോസിറ്റ് ദി ഡിറക്ഷൻ ഓഫ് മോഷൻ ആണ്. അപ്പോൾ ഈ പിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് എഫ് ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഡബ്ല്യു ഈസ് ദ weight of the body ആണ്. W എന്ന് പറഞ്ഞാൽ എന്താ? weight of the body ആണ്. N is the normal reaction. In previous problems, we have denoted the normal reaction using the term R. നമ്മൾ അങ്ങനെ റിയാക്ഷൻ ഡിനോട്ട് ചെയ്ത് ഏത് വേണമെങ്കിലും കൊടുക്കാട്ടോ. ആർന്നോ എന്നോ എൻ ആർന്നോ ആർ എന്നോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലെറ്റേഴ്സ് എല്ലാം കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കിയേ, ഇതിന് നോർമൽ റിയാക്ഷൻ ഉണ്ട്. ഇനി ഫ്രം ദിസ് വി ക്യാൻ റൈറ്റ് the frictional force is directly proportional to the normal reaction. ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെ പ്രൊപ്പോർഷണൽ ആയിരിക്കും? നോർമൽ റിയാക്ഷന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ യു ക്യാൻ റിമൂവ് ദിസ് പ്രൊപ്പോർഷണാലിറ്റി ബൈ ആഡിങ് എ കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് നോട്ട് മ്യൂ ഇൻറ്റു എൻ. ഞാൻ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാണ്. എങ്ങനെ? ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്തിട്ട്. ഏത് കോൺസ്റ്റന്റാണ് ഞാൻ ആഡ് ചെയ്തെന്ന്? മ്യൂ എന്നുള്ളൊരു കോൺസ്റ്റന്റ് ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. ദിസ് മ്യൂ ഈസ് നോൺ ആസ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. ഓർത്ത് വെച്ചോട്ടോ, that is important one. Mu is the coefficient of friction. So from this we can write mu is equal to F divided by N. The value of mu is always less than 1. Mu in the value എപ്പോഴും 1 less side. ഇതാണ് formula. So here from this diagram it is very clear that F is proportional to N ആണ്. From this diagram അല്ല, സാധാരണ നമ്മൾ ലോസ് ഓഫ് ഫ്രിക്ഷൻ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ the frictional force always is proportional to the normal reaction between the two surfaces. രണ്ട് സർഫസിനിടയിലുള്ള നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഫ്രിക്ഷണൽ ഫോഴ്സിന് പ്രൊപ്പോർഷണൽ ആണ്. ഇനി പ്രൊപ്പോർഷണാലിറ്റി നമുക്ക് മാറ്റാല്ലേ? എങ്ങനെ മാറ്റാം? ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് F is equal to mu into N. From this we can write mu is equal to F divided by N. The value of mu is always less than 1. മ്യൂന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1ൽ കുറവായിരിക്കും. ഇനി നമ്മുടെ ലോസ് നോക്കിക്കോ. എന്താ നമ്മുടെ ലോസ്? ഞാൻ പറഞ്ഞത് ദാറ്റ് ഈസ് the force of friction. The frictional force always bears a constant ratio with the normal reaction. അതെങ്കിലും ഞാൻ അവിടെ ഇരിക്കുന്നത് mu is equal to F by N എന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ആരായിട്ട് റേഷ്യോ ഉണ്ടാക്കുന്നത്? നോർമൽ റിയാക്ഷൻ ആയിട്ട് ഒരു റേഷ്യോ ഉണ്ടാക്കുന്നുണ്ട്. ആ റേഷ്യോനെ പറയുന്ന പേരെന്താ? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. അതാണ് തന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ്, the force of friction depends on the roughness of the surface in contact. അടുത്തത് എന്താ? ഈ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് എന്തിനെ ഡെവലപ്പ് ചെയ്തിരിക്കും? റഫ്നെസ് ഓഫ് ദി സർഫസ് ആണ്. സർഫസ് റഫ് ആണോ സ്മൂത്ത് ആണോ എന്നതിനനുസരിച്ചിരിക്കും. അത് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ യൂസ് ചെയ്യുന്ന ചപ്പൽ അല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഷൂ, അതിന്റെ ബോട്ടം സൈഡ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് ആണെന്ന് വിചാരിക്കാം. സ്മൂത്ത് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഉണ്ടായിരിക്കും? ഇല്ല. നിങ്ങൾ തെന്നി വീഴാൻ, സ്ലിപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. സപ്പോസ് ഇഫ് ഇറ്റ് ഇസ് എ റഫ് സർഫസ്, അതൊരു റഫ് സർഫസ് ആണെങ്കിൽ എന്തായിരിക്കും? നമ്മുടെ ഫ്രിക്ഷണൽ ഫോഴ്സ് കൂടുതലാണ്. നിങ്ങൾക്ക് തെന്നാതെ, അതായത് സ്ലൈഡ് ചെയ്യാതെ, നിങ്ങൾക്ക് ഈ സ്ലിപ്പ് ആവാതെ നടക്കാനായിട്ട് പറ്റും അല്ലെ? അപ്പൊ ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദ റഫ്നെസ് ഓഫ് ദ സർഫസ്. സർഫസിന്റെ റഫ്നെസ് എങ്ങനെയാണോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് സപ്പോസ് ദ സർഫസ് ഈസ് സ്മൂത്ത്, ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഈക്വൽ ടു 0. അവിടെ ഫ്രിക്ഷൻ ഫോഴ്സ് ഇല്ല. സപ്പോസ് സർഫസ് ഈസ് റഫ് ആണെങ്കിലോ റഫ്നെസ് കൂടുന്തോറും എന്തായിരിക്കും? അതായത് ഫ്രിക്ഷന്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് വൺ. നെക്സ്റ്റ്, ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു സർഫേസസ്. ഇനി ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ എന്തിനാണ് ഇൻഡിപെൻഡന്റ്? ഏരിയ ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ദ ടു സർഫേസസ്. എത്രത്തോളം ഏരിയ കോണ്ടാക്ട് ചെയ്യുന്നതിന് അത് കൺസിഡർ ചെയ്യേ വേണം. ഇപ്പൊ നിങ്ങൾ നടക്കുവാണെങ്കിൽ നിങ്ങളുടെ ഫുട്ട്, നിങ്ങളുടെ ചപ്പൽ, ഫുട് വെയറും പിന്നെ നമ്മുടെ ഫ്ലോറും തമ്മിൽ എത്ര ഏരിയ കോണ്ടാക്ട് ചെയ്യുന്നു, ഇതൊരു ഡസന്റെ മാറ്റർ. അപ്പൊ ഒരിക്കലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എന്തുമാത്രം നോക്കിയാൽ മതി? ആ സർഫസ് എങ്ങനെയാന്ന് നോക്കിയാൽ മതി. വെദർ ഇറ്റ് ഈസ് സ്മൂത്ത് ഓർ റഫ് എന്ന് മാത്രം നോക്കിയാൽ മതി. ഏരിയനെ ഒരിക്കലും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഫ്രിക്ഷൻ ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡൈനാമിക് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ വാട്ട് ഈസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. അത്രയേ ഉള്ളൂ. സോ ദീസ് ആർ ദി ലോസ് ഓഫ് ദി ഫ്രിക്ഷൻ. എക്സാമിന് ചോദിക്കാറുണ്ട്. ലോസ് എല്ലാം എഴുതി വെച്ചോളൂ. ക്ലിയർ ആയോ? ലോസ് ഓഫ് ഫ്രിക്ഷൻ ഞാൻ ഇനി പറയണോ? ലോസ് ഓഫ് ഫ്രിക്ഷൻ, ഫസ്റ്റ് പോയിന്റ്, ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഈസ് എ റെസിസ്റ്റിംഗ് ഫോഴ്സ്. ഇറ്റ് ഓൾവേസ് ആക്ട് in the opposite to the direction of motion. Then second one, the magnitude of the limiting friction bears a constant ratio between the normal reaction. Next,
The force of friction depends on the roughness of the surface. Another one, it is independent of the area of contact. Next, the dynamic friction is always less than the static friction. So that's all about the loss of friction. Clear on kuttiyale loss of friction? Hello? Hello? Okay, now we can see the characteristics of the friction. Characteristics of friction. നമുക്ക് കുറച്ച് ഫ്രിക്ഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കാനുണ്ട്, അതും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡൈനാമിക് ഫ്രിക്ഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞതല്ലേ, വെഹിക്കിളിന്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലോ. നമുക്കൊരു വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യാനാണ് നമുക്ക് കുറച്ചും കൂടെ എഫേർട്ട് എടുക്കേണ്ടത്. നമുക്ക് പിന്നെ അത് വൺസ് സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാനല്ലേ ബുദ്ധിമുട്ട്? സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തിനാ ഓവർകം ചെയ്യണം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓവർകം ചെയ്യണം. എന്നാൽ മാത്രമാണ് വെഹിക്കിൾ സ്റ്റാർട്ട് ആവുള്ളൂ, അല്ലെ സ്റ്റാർട്ട് ചെയ്ത് ഫ്രണ്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഇസ് ഗ്രേറ്റർ ദാൻ ഡൈനാമിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. Next one, characteristics of the friction. The first one is coefficient of friction. And I already explained it. It is experimentally found that the magnitude of the limiting friction bears a constant ratio to the normal reaction. Mu is equal to F, limiting friction, divided by normal reaction. It is experimentally found that the magnitude of the limiting friction bears a constant ratio to the normal reaction between the two surfaces. That is, the limiting friction, that is, the limiting friction is proportional to the normal reaction at the contact surface. This constant of proportionality, that is mu, is known as coefficient of friction. അതിനെയാണ് ഈ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി എന്ന് പറയുന്ന പേരാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ. Or you can say that, എങ്ങനെ പറയാം coefficient of friction എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം? It is the ratio between the limiting friction to the normal reaction. അല്ലെ, F ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. N എന്ന് പറഞ്ഞാൽ എന്താ? നോർമൽ റിയാക്ഷൻ. അങ്ങനെ നമുക്ക് പറയാലോ coefficient of friction is the ratio between limiting friction and the normal reaction. അത് തന്നെയാണോ ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ N സഫിക്സ് ആർ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. NR ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഏതാണോ യൂസ് അത് യൂസ് ചെയ്താൽ മതി കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞതാണ്. നെക്സ്റ്റ് വൺ, ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്? ഓക്കെ, ഞാൻ ആ ഡയഗ്രാം വരച്ചിട്ട് തന്നെ പറഞ്ഞു തരാം. നെക്സ്റ്റ്, ഞാൻ നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? എ ബോഡി, കൺസിഡർ ദിസ് ആസ് എ ഹൊറിസോണ്ടൽ സർഫസ്. Consider a block which is placed on this horizontal surface. Let P is the applied force or pushing force. So due to the action of pushing force, a frictional force will develop opposite to the direction of motion. Here, this is the direction of motion. This direction a body move cheya, that is direction of motion. അങ്ങനെയാണെങ്കിൽ that W is the weight of the body and N is the normal reaction. N normal reaction ആണ്. It is possible to find out the resultant of this frictional force and normal reaction. എന്താ ചെയ്യാം? ഈ രണ്ട് ഫോഴ്സ്, ഈ രണ്ട് അടുത്തെടുത്ത് കിടക്കുന്ന ഈ ഫോഴ്സിനെ എനിക്ക് വേണമെങ്കിൽ കമ്പൈൻ ചെയ്യാം. ഞാൻ ഇത് രണ്ടിട്ട് കമ്പൈൻ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ഫ്രിക്ഷണൽ ഫോഴ്സും രണ്ടാമത്തെ ഏതാ? നോർമൽ റിയാക്ഷൻ ആണ്. അതിനെ കമ്പൈൻ ചെയ്ത് ഞാൻ ഒരു സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റാം, ഒരു റിസൾട്ടന്റ് ആക്കി മാറ്റാം. അതാണ് R എന്ന് പറയുന്നത്. ഈ റിസൾട്ടന്റ് നോർമൽ റിയാക്ഷൻ ആയിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ. ഞാൻ പറഞ്ഞു തരാം. നമുക്ക് എന്താ? Here in this diagram, a body is placed on a horizontal rough surface. Let P is the pushing force. Due to the action of this pushing force P, a frictional force will develop between these two surfaces opposite to the direction of motion. Let W is the weight of the body and N is the normal reaction. Alle, N and the normal reaction. It is possible to find out the resultant of this frictional force and normal reaction. ഞാൻ എന്ത് ചെയ്യാണ്? ഈ ഫ്രിക്ഷണൽ ഫോഴ്സിന്റെയും നോർമൽ റിയാക്ഷന്റെയും റിസൾട്ടന്റ് കണ്ടുപിടിക്കാം. അതിന്റെ രണ്ടിനെയും ഞാൻ ഒന്നാക്കാം. Let R is the resultant of frictional force and normal reaction. Then angle of friction is nothing but it is the angle. ശ്രദ്ധിച്ചോട്ടാ, angle of friction definition തരാം. നോക്കി പറഞ്ഞു, ഈ ഡയഗ്രാം നോക്കി തന്നെ നമുക്ക് ഡെഫിനേഷൻ പറയാൻ പറ്റും. ഒരിക്കലും ബൈക്കാട്ട് ചെയ്യരുത്. It is the angle between, angle of friction is defined as the angle between, ഏതൊക്കെ ആംഗിൾ? angle between the resultant of frictional force and normal reaction. ആർന്നല്ല ഞാൻ ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞേ? റിസൾട്ടന്റ് ആണ്. എന്തിന്റെ റിസൾട്ടന്റ് പറയുന്നത്? that is frictional force and normal reaction between the two points. അല്ലേ?
ഈ റിസൾട്ടന്റിനും നോർമൽ റിയാക്ഷനും ഇടയിലുള്ള ആംഗിൾ ആണ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ 5. ഇനി എനിക്ക് ഇതിന്നൊരു റെക്ടാംഗിൾ ഫോം ചെയ്യാം. ഞാൻ ഇതിന്നൊരു റെക്ടാംഗിൾ ഫോം ചെയ്യാം കേട്ടോ. റെക്ടാംഗുലർ കമ്പോണൻസ് ആക്കി മാറ്റാം. ഓക്കെ, ഇതിൽ ഞാനൊരു റെക്ടാംഗിൾ ഫോം ചെയ്യും ഇല്ലേ. ഇനി നമുക്കറിയാം ഓപ്പോസിറ്റ് സൈഡ് ഇപ്പൊ ഒരു റെക്ടാംഗിൾ ആയി, ഓപ്പോസിറ്റ് സൈഡ് ഈക്വൽ അല്ലേ. ഇതേതാ? ഇത് എഫ് ആണ്. അപ്പൊ ഇതും എന്ത് തന്നെയാണ്? എഫ് ആണ്. ഇനി നെക്സ്റ്റ് ഇപ്പൊ ഇവിടെ നോക്കിക്കോട്ടോ. ഇനി ഇത് എന്നല്ലേ? ഈ സൈഡ് ഏതാ? എൻ ആണ്. അപ്പൊ ഈ സൈഡ് എൻ ആണ്, ഇത് എഫ് ആണ്. അതിൽ നിന്ന് എനിക്ക് ടാൻ കണ്ടുപിടിച്ചു, ഡയറക്ഷൻ കണ്ടുപിടിച്ചൂടെ? ഡയറക്ഷൻ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഡയറക്ഷൻ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഈസ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ നോർമൽ റിയാക്ഷൻ എൻ അഡ്ജസന്റ് സൈഡ്. Therefore, phi is equal to നമുക്ക് എന്ത് എഴുതാം? That is tan phi is equal to നമ്മൾ ഓൾറെഡി പഠിച്ചു f by n എന്ന് പറഞ്ഞാൽ എന്തോ നമ്മൾ ഓൾറെഡി പഠിച്ചതല്ലേ. f by n എന്താ? mu ആണല്ലേ. f divided by normal reaction എന്ന് പറഞ്ഞാൽ എന്താ? mu ആണ്. So from this we can write what tan phi is equal to mu, or you can write phi is equal to tan inverse mu. നമുക്ക് ആവശ്യമുണ്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് ഇക്വേഷൻസ് പഠിച്ചു വെച്ചോളൂ കേട്ടോ. അപ്പൊ എങ്ങനെ വന്നതെന്ന് പറയാം. നമ്മൾ ഇതിന് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചു. എങ്ങനെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിച്ചത്? യു ക്യാൻ കമ്പൈൻ ദ ഫ്രിക്ഷൻ ഫോഴ്സ് എഫ് ആൻഡ് നോർമൽ റിയാക്ഷൻ എൻ ടു എ സിംഗിൾ ഫോഴ്സ്. ഇതിനെ രണ്ടിനെയും കമ്പൈൻ ചെയ്ത് ഞാൻ സിംഗിൾ ഫോഴ്സ് ആക്കി മാറ്റി. അതിന്റെ പേരെന്താ? റിസൾട്ടന്റ് ആണ്. ഞാൻ ആ ഡയഗ്രത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇനി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ആംഗിൾ ഡെവലപ്ഡ് ബിറ്റ്വീൻ ദി നോർമൽ റിയാക്ഷൻ ആൻഡ്, എങ്ങനെ തിരിച്ചും പറയാം, നോർമൽ റിയാക്ഷൻ ആൻഡ് ദ റിസൾട്ടന്റ് ഓഫ് ഫ്രിക്ഷൻ ഫോഴ്സ് ആൻഡ് നോർമൽ റിയാക്ഷൻ. അതിനിടയിൽ വരുന്ന ആംഗിൾ ആണ് നമ്മൾ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. And from here you can form a rectangular component, that is tan from this tan phi is equal to opposite side friction F divided by adjacent side that is N, normal reaction N. അല്ലെ, adjacent side ഏതാ? normal reaction N ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് എഴുതാം? tan phi is equal to F divided by N. We have already studied F by N is coefficient of friction mu. So instead of F by N, I can substitute mu. So from this you can write angle of friction phi is equal to tan inverse mu. ഇത് പഠിച്ചു വെച്ചോളൂ കേട്ടോ. ഇതെല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ phi is equal to tan inverse mu. ഇനി ഈ ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഓക്കെ, ഇവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ അല്ലേ ഇത്. ആറിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാം? ആർ വിൽ ബി ദ ഹൈപ്പോട്ടനസ്. ആർ എന്തായിട്ട് ഇരിക്കുന്നത്? ഇവിടെ ഹൈപ്പോട്ടനസ് ആണ്. ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ഫ്രിക്ഷന്റെ സ്ക്വയർ, എഫിന്റെ സ്ക്വയർ പ്ലസ് എന്നിന്റെ സ്ക്വയർ. ഇത്രയും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ആവശ്യമുള്ളതാണ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ക്ലിയർ ആയോ ഇത് കുട്ടികളെ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഹലോ, ഫ്രണ്ട്സ് ഒന്ന് നോട്ട് ചെയ്യട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ കേട്ടോ. ഞാൻ പറഞ്ഞു തരാം. ഹലോ, ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. ഇതെല്ലാം എഴുതി പഠിക്കണം കേട്ടോ. കാരണം എക്സാമിന് ചോദിക്കാറുണ്ട് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫ്രിക്ഷൻ. ചിലപ്പോൾ ഒരു എനി ടു ക്യാരക്ടറിസ്റ്റിക്സ് എന്നായിരിക്കും പറയുക. സംടൈം മോസ്റ്റ് പ്രോബബ്ലി ദേ വിൽ മെൻഷൻ ദാറ്റ് ക്യാരക്ടർ. വൺ ഈസ് മേ ബി ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ ആയിരിക്കാം. ഡിഫൈൻ ദ ഫോളോയിങ് ടൈംസ് ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ, അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നെക്സ്റ്റ് വൺ ഈസ് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ്, എക്സാമിൽ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആണ്. അതിനുശേഷം കൂടെ നമുക്കുണ്ട് ആംഗിൾ ഓഫ് റീപോസ്. റീപോസിന്റെ മീനിങ് തന്നെ ഞാൻ പറഞ്ഞത് സ്ലൈഡ് ചെയ്യാന്ന്, സ്കിപ്പ് ചെയ്യാന്ന് പറയും. ഇപ്പൊ നോക്കി കുട്ടികളെ, ഇതാണ് സർഫസ്. ഇതൊരു സർഫസ് ആണ്. ഇൻക്ലൈൻ, കൺസിഡർ ദിസ് ആസ് ആൻ ഇൻക്ലൈൻഡ് സർഫസ്. ഈ ഇൻക്ലൈൻഡ് എ ബോഡി ഈസ് പ്ലേസ്ഡ് ഓൺ ദിസ് ഇൻക്ലൈൻഡ് സർഫസ്. ഒരു ഇൻക്ലൈൻഡ് സർഫസിൽ ഈ ബോഡി ഞാൻ വെച്ചിട്ടുണ്ട്. ഇഫ് യു ആർ ഇൻക്രീസിങ് ദിസ് ഇൻക്ലിനേഷൻ, ഈ തീറ്റയുടെ വാല്യൂ, ഇത് ഇൻക്ലിനേഷൻ തീറ്റയാണെന്ന് വിചാരിക്കാം.
നിങ്ങളൊന്ന് പതുക്കെ പൊക്കി പൊക്കി കൊണ്ട് നോക്കി നോക്കിയേ, എന്ത് ചെയ്യും? ഈ ബോഡി ഇതിന് സ്ലൈഡ് ചെയ്ത് പോരും ഇല്ലേ? താഴേക്ക് തന്നെ പോരും. നമ്മൾ ഒരു ഫോഴ്സും കൊടുക്കേണ്ട ആവശ്യമില്ല. ഫോർ എക്സാമ്പിൾ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, നിങ്ങളുടെ ബുക്ക് ആദ്യം ഹൊറിസോണ്ടൽ ആയിട്ട് പിടിക്കും. ഒരു ബുക്ക് എടുക്കുക, എന്നിട്ട് യു ക്യാൻ കീപ് എ ബുക്ക് നോട്ട്ബുക്ക് ഓൺ എ ടേബിൾ. ടേബിൾ ഒരു നോട്ട്ബുക്ക് വെക്കുക, അതിന് മേലെ യു ക്യാൻ കീപ് എനി വെയിറ്റ്, മേ ബി ഒരു റബ്ബർ ആയാലും മതി, റബ്ബറോ ഒരു ബോക്സോ എന്തെങ്കിലും അതിന് സർക്കിൾ വെക്കും. സ്ലൈറ്റ്ലി യു ക്യാൻ ഇൻക്രീസ് ദാറ്റ് ഇൻക്ലിനേഷൻ. നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇതാണ് ഒരു ടേബിൾ, ഒരു ടേബിളിന്റെ മുകളിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ബുക്ക് പ്ലേസ് ചെയ്യാം, അതിന്റെ മേലെ ഒരു വെയിറ്റ് വെക്കാം. ഇനി പതുക്കെ പതുക്കെ നിങ്ങൾ എന്ത് ചെയ്യാം? ഈ ബുക്കിന്റെ ഇൻക്ലിനേഷൻ ഒന്ന് കൂട്ടുക. ആദ്യം ബുക്ക് ഇങ്ങനെയായിരുന്നു, പിന്നെ ആ ബുക്ക് ഒന്ന് പതുക്കെ ഇതൊന്ന് കൂട്ടുക, ആംഗിൾ പതുക്കെ 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 പൊക്കാനേ പറ്റുള്ളൂ. സ്ലൈറ്റ്ലി യു ക്യാൻ ഇൻക്രീസ് ദാറ്റ് ഇൻക്ലിനേഷൻ. ആദ്യം ബുക്ക് ഇതാ ഇങ്ങനെയായിരുന്നു ഇരുന്നത്, ഇനി ഒന്ന് പതുക്കെ അതൊന്ന് പതുക്കെ പൊക്കി നോക്കുക, വീണ്ടും നോക്കുക. നെക്സ്റ്റ് അഗെയിൻ യു ക്യാൻ ഇൻക്രീസ് ദിസ് ആംഗിൾ. അങ്ങനെ പതുക്കെ പതുക്കെ പൊക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ആംഗിൾ എത്തുമ്പോൾ എന്ത് ചെയ്യും? ദിസ് വെയിറ്റ്, ഇതിന്റെ മുകളിൽ എന്ത് വെയിറ്റ് ആണോ വെച്ചിരിക്കുന്നത്, ദാറ്റ് വിൽ ഓട്ടോമാറ്റിക്കലി കംസ് ഡൗൺവേർഡ് അല്ലെ, തന്നെ അത് താഴേക്ക് വരും. ഇഫ് യു ആർ ഇൻക്രീസിംഗ് ദാറ്റ് ഇൻക്ലിനേഷൻ ഓഫ് ദ നോട്ട്ബുക്ക് വിത്ത് റെസ്പെക്ട് ടു ദ ടേബിൾ, അത് നിങ്ങൾ പതുക്കെ റൈസ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യും? ദിസ് ബോഡി, ദ ബോഡി വിച്ച് ഈസ് പ്ലേസ്ഡ് ഓവർ ദി നോട്ട്ബുക്ക് വിൽ സ്ലൈഡ് ഡൗൺവേർഡ്സ്. സാധാരണ സ്ലൈഡ് ചെയ്ത് വരും, താഴേക്ക് സ്ലൈഡ് ചെയ്ത് വരും. അതാണ് റിപ്പോസ്. ഏത് ആംഗിളിലാണോ സ്ലൈഡ് ചെയ്ത് വരുന്നത്, ദാറ്റ് ആംഗിൾ ഇസ് നോൺ ആസ് ആംഗിൾ ഓഫ് റിപ്പോസ്. ഓർ യു ക്യാൻ ഡിഫൈൻ ദാറ്റ് ടേം ആസ് ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ, നോട്ട് മിനിമം. അതാണ് തെറ്റിക്കുക, മിനിമം എഴുതിയത് തെറ്റാണ്. ഇറ്റ് ഈസ് ദ മാക്സിമം ഇൻക്ലിനേഷൻ ഓഫ് ദ പ്ലെയിൻ ഓൺ വിച്ച് എ ബോഡി ഫ്രീ ഫ്രം എക്സ്റ്റേണൽ ഫോഴ്സസ് ക്യാൻ റീപോസ് ഫ്രീ. ബോഡി താഴേക്ക് വരുന്നത്, നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് കൊടുത്ത ബോഡി തട്ടുന്നുണ്ടോ? ഇല്ല. ആ ഇൻക്ലിനേഷൻ കൂട്ടിയപ്പോൾ തന്നെ